ജീവനെ കേരളത്തിലെ ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എപ്പോഴും മലബാർ മേഖലയിലാണ് ഇതിൻ്റെ ഒരു ഫുട്ബോൾ ഭ്രാന്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു സഹവാസം ഒക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ട്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഒരു നീതി നിർവഹണ സംവിധാനം, ക്രമസമാധാന പാലന സംവിധാനം കൻ്റോൺമെൻറ്റുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഈ കൻ്റോൺമെൻറ്റുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കൻ്റോൺമെൻറ്റുകളിലെ സൈനിക ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ആ നാട്ടുകാരുമായിട്ട് സ്വാഭാവികമായിട്ടുള്ള സഹവാസം ഉണ്ടാവും. അങ്ങനെ ആണ് ഈ ബ്രിട്ടീഷ് കാലത്ത് നമ്മുടെ ഇടയിലേക്ക് ഫുട്ബോൾ കാര്യമായിട്ട് കടന്നു വരുന്നത്. ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ടെന്നീസ്, ഗോൾഫ്, ഇങ്ങനെ പല കളികൾ ആ കാലത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ടെന്നീസ് ആണെങ്കിലും അതുപോലെ ബാഡ്മിൻ്റൺ, അതുപോലെ ഗോൾഫൊക്കെ ആണെങ്കിലും ഒക്കെ എലീറ്റ്സിൻ്റെ കളികളാണ്, സമ്പന്നരുടെ കളികളാണ്. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് തുടങ്ങുന്നത് രാജകുടുംബമാണ്. തൃപ്പൂണിത്തറയിലെ രാജകുടുംബാംഗങ്ങളാണ് പൂജ ക്രിക്കറ്റ് തുടങ്ങുന്നത്. അത് സ്വാതന്ത്ര്യാനന്തരമാണ്, പക്ഷേ ആ ഒരു തുടർച്ചയാണ്, അവരുടെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. ഇതുപോലെ നമ്മുടെ ചരിത്രത്തിലുടനീളം ഇങ്ങനത്തെ എലീറ്റ്സിൻ്റെ ബന്ധങ്ങളിൽ ഉണ്ടായ കളികളും അതുപോലെ സാധാരണക്കാരുടെ ബ്രിട്ടീഷുകാരുമായിട്ട് ഉള്ള ബന്ധങ്ങളിലുണ്ടായ കളികളും വേറിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിൽ ജനകീയമായി തീർന്നത് ഫുട്ബോളാണ്. ജനങ്ങൾ കൂടുതൽ അതിന് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ചിലവ് ഒന്നുമില്ല, വലിയ ചിലവില്ലാതെ തന്നെ നമുക്കത് ആ കളി നടത്താം. അപ്പോൾ ഗോൾഫ് പോലെ വലിയ ഭൂപ്രദേശമൊന്നും വേണ്ട, വലിയ കോർട്ടുകൾ വേണ്ട, സാധാരണമായ സംവിധാനങ്ങൾ, തലപ്പന്ത് കളിയൊക്കെ ആയിട്ട് നമ്മുടെ ഇതിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മുടെ കളിയുടെ സംസ്കാരത്തിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള ഇപ്പോൾ ടെന്നീസ് ആണെങ്കിൽ നമുക്കറിയാം പ്ലാന്റേഴ്സിൻ്റെ ഇടയിലാണ് അത് കാര്യമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇപ്പോൾ ടെന്നീസ് അതുപോലുള്ള കളികൾ, ബാഡ്മിൻ്റൺ പോലുള്ള കളികളൊക്കെ ഹൈ റേഞ്ച് മേഖലയിൽ വളരെ സജീവമാണെന്ന് കാണും. പക്ഷേ ഈ ഫുട്ബോള് ഇതിൻ്റെ സാധാരണക്കാരായി കൻ്റോൺമെൻറ്റിൽ ബ്രിട്ടീഷുകാർ കളിക്കുന്നത് കാണാൻ ചെന്ന സാധാരണക്കാരായ ആളുകൾ, അതുപോലെ ബ്രിട്ടീഷുകാരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെയാണ് ഈ കളിയിലേക്ക് ആദ്യമേ കടന്നു വരുന്നത്. അവർ ഈ പന്ത് കോർട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ അത് പെറുക്കാൻ നിന്നിരുന്ന ആളുകൾ, അവരവരുടെ താല്പര്യം മനസ്സിലാക്കി ഇവർ കളിക്കാൻ കൂട്ടുകയും പിന്നീട് ഇവരിൽ നിന്ന് തന്നെ വലിയ കളിക്കാർ ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണക്കാരുടെ ഒരു കളിയായിട്ട് വളരാനുണ്ടായ ഒരു സാഹചര്യം ഇങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഈ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൻ്റെ ആ ഒരു വളർച്ചയുടെ ഒരു സംഗതിയൊക്കെ പരിശോധിക്കുന്ന രസകരമായിരിക്കും തോന്നുന്നു. ഇപ്പം സന്ദീപ് ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ ഫുട്ബോളിനുള്ള ആരാധന അതൊരു നമുക്ക് വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ജ്വരം ഒരു ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിലെ ഫുട്ബോൾ ആഘോഷിക്കപ്പെടുന്ന സ്ഥലം ഇപ്പം കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം സൈഡുകളാണ്, മലബാർ മേഖലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചെയ്ത മധ്യ കേരളത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ താരതമ്യേന കുറവാണ്. അതിനുള്ള കാരണം സന്ദീപ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവരുടെ അധിനിവേശം നടത്തി, അതിനുശേഷം അവരുടെ ക്യാമ്പുകൾ തുടങ്ങിയപ്പം അതിനോട് ചേർന്നാണ് ഫുട്ബോളിൻ്റെ ഒരു ഇതുകൊണ്ട് വളർച്ച കേരളത്തിൽ ആരംഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലും മലബാർ മേഖലകളിലായിരുന്നു അത്തരം ഒരു രീതി ഉണ്ടായിരുന്നത്. പക്ഷേ മധ്യ കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും അങ്ങനെ ഒരു ഫുട്ബോളിൻ്റെ ഒരു വലിയൊരു താല്പര്യം കാണുന്നില്ല. പക്ഷേ സമീപകാലത്തായിട്ട് നമുക്ക് അറിയാം 2000-ന് ശേഷം അല്ലെങ്കിൽ 2010-ന് ശേഷമൊക്കെ ഈ ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ക്ലബ്ബ് ഫുട്ബോളൊക്കെ വരുമ്പോഴും സജീവമായിട്ട് നിൽക്കുമ്പോഴൊക്കെ എല്ലായിടത്തും കേരളത്തിലെ ഉൾപ്പെടെ എല്ലായിടത്തും ഫുട്ബോളിന് ഒരു വലിയൊരു ആരാധക വൃന്ദം ഉണ്ട്. അത് സ്വാഭാവികമായ രീതിയാണ്. പിന്നെ ലോകകപ്പ് ആകുമ്പോഴത്തേക്കും അതിന് ഇച്ചിരി തീവ്രത കൂടുന്നു എന്നുള്ളതാണ് ഒരു ഘടകം. അതിനൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കേരളത്തിൽ ഇപ്പം അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെയുള്ള കുറേ ടീമുകൾക്ക് വലിയ ആരാധകർ ഉണ്ടെന്ന്. സത്യമാണ്, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്.
ഇപ്പോൾ പല നമ്മൾ കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൻ്റെ സമയത്താണ് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് പല വിദേശ ലീഗുകളുടെയും അല്ലെങ്കിൽ ക്ലബ്ബുകളുടെയൊക്കെ ട്വിറ്റർ പേജിലടക്കം കേരളത്തിൽ നിന്നുള്ള പല ഫ്ലെക്സുകളും മെസ്സിയുടെ കട്ടൗട്ട് മറ്റേ കോഴിക്കോട് പുഴയിൽ നാട്ടിയിരുന്നല്ലോ, അതുൾപ്പെടെയുള്ളതൊക്കെ അവിടെ അവരുടെ പേജുകളിലടക്കം അത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരളത്തിലെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സമീപകാലത്തായിട്ട് നമുക്കിപ്പോൾ കേരളത്തിലൊരു സ്വന്തമായിട്ട് നമുക്കൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും ISL കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും നമുക്കിപ്പോഴും ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോളിനോട് അല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങളോട് മലയാളികൾക്ക് ഫുട്ബോളിനോടുള്ളൊരു വലിയൊരു താല്പര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞൊരു കാരണം എങ്ങനെയാണ് ഇത്രത്തോളം ഈ ഫുട്ബോളിനോട്, പ്രത്യേകിച്ച് നമ്മൾ ലാറ്റിൻ അമേരിക്ക ഫുട്ബോളിനോടാണ് മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് അർജൻറ്റീന, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലാണ് ഇവിടെ ആരാധകർ കൂടുതലുണ്ട്, പോർച്ചുഗലിനും ആരാധകരുണ്ട്. എങ്കിൽ പോലും ഈ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോടാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആരാധന വരുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം മുതൽ നമ്മുടെ സാംസ്കാരിക ജീവിതം ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ കണ്ടു തുടങ്ങിയ ഫുട്ബോൾ കാണാൻ തുടങ്ങിയ കാലത്ത് നമ്മളിപ്പോൾ TV വന്ന കാലമുണ്ട്. അന്നത്തെ 86 ലോകകപ്പ് അടക്കം അതിനുശേഷമുള്ള ഇപ്പം നമ്മൾ 2026 ലോകകപ്പ്, ഫിഫ ലോകകപ്പ് വരെയുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പല ഘടകങ്ങൾ ഇവിടെ മലയാളികൾക്ക് ഈ ഫുട്ബോളിനോട് താല്പര്യം തോന്നുന്ന കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അത് ജീവൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഒരു വശമുണ്ട്. ഇതിനകത്ത് നമ്മുടെ മലബാറിലെ ഒരു സാഹചര്യം, ചരിത്രപരമായിട്ടുള്ള സാഹചര്യം നമ്മൾ ഓർത്താൽ അറിയാം. കൻ്റോൺമെൻറ്റിലെ പോലീസുകാരുമായിട്ട് സൈനികരുമായിട്ട് ഒത്തുചേർന്ന് കളിച്ചിരുന്ന ഈ കളി പിന്നീട് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ വരുന്ന മാറ്റം, 1921 കലാപം, അങ്ങനെ പല അവസ്ഥകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അത് ഒരു പോരാട്ടത്തിൻ്റെ കൂടി സൈനായിട്ട് പിന്നീട് ഈ കളിയുടെ സ്വഭാവം മാറുന്നുണ്ട്. ആ ഒരു പാരമ്പര്യം പൊതുവിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമത്തിൻ്റെ ഒരു ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന സംഗതിയായിട്ട് മാറി. അതാണ് ഈ അർജൻറ്റീൻ ഫുട്ബോളിനോടും ബ്രസീലിയൻ ഫുട്ബോളിനോടൊക്കെയുള്ള നമ്മുടെ ഒരു താല്പര്യത്തിൻ്റെ ഒരു അടിസ്ഥാനം. അവിടുത്തെ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ നമുക്കറിയാം. വലിയ പോരാട്ടങ്ങളുടെ, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം നമുക്കറിയാം. ഈ പോരാട്ടങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലമാണ് സത്യത്തിൽ ഇതിന് ബലം കൊടുക്കുന്നത്. ഈ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം ഇറാൻ്റെ വിഷയം വന്ന ഒരു സമയം, ഹോർമോസ് കടലെടുക്കൽ പ്രശ്നങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ ഇറാന് വേണ്ടിയിട്ട് ഇവിടെ കട്ടൗട്ട് ഉയർന്നു. വലിയ കളിക്കാരോ വലിയ താരങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല അത്. പക്ഷേ അത് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരൊറ്റ ബലത്തിലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കലർത്തിയിട്ടാണ് നമ്മളെപ്പോഴും ഫുട്ബോളിനെ കാണുന്നത്. നമ്മളെന്ന് മാത്രമല്ല, പൊതുവിൽ ഫുട്ബോളിനകത്ത് ഈ രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് നിൽക്കുന്നതാണ്. ക്രിക്കറ്റ് പോലെ ഉള്ള എലീറ്റ് വരേണ്യമായ കളികളുടെ സ്വഭാവമല്ല ഒരിക്കലും ഫുട്ബോളിന് ഒരു കാലത്തുണ്ടായിട്ടുള്ളത്. അത് രാഷ്ട്രീയം കലർന്ന് തന്നെ എല്ലാ കാലത്തും കടന്നിട്ടുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ജീവിതശൈലി മലയാളികളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞല്ലോ, അവരുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ, യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ജീവിത നിലവാരം മലയാളികൾ ഉൾപ്പെടെ കേരളത്തിലെ ഇതിന് സമാനമായ പല രീതികളും. നമ്മളിപ്പം പറയുമ്പോൾ നിറത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവരും നമ്മളും തമ്മിൽ ചെറിയ വ്യത്യാസം വരുന്നത്. ഉയരം കൊണ്ട് പോലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യക്കാരും മലയാളികളും തമ്മിൽ സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ ഉയരം കുറവുള്ളവരാണ് പൊതുവെ ലാറ്റിൻ അമേരിക്കയിലുള്ളത്. അതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള ഒരു അത്ര ഉയരക്കുറവുകൾ. അതൊക്കെ ഒരു ചെറിയ ഘടകങ്ങൾ മാത്രമാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ 86 ലോകകപ്പ് ഒരു വലിയ നിർണായകമാണ്. അതെന്ന് പറയുന്നത് എൻ്റെ കളർ TV അതിനുശേഷം ആദ്യമായിട്ട് കണ്ട ലോകകപ്പ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് കേരളത്തിൽ ഒരു ഫുട്ബോളിനോടുള്ള അധികമായ ഒരു ആരാധന പെട്ടെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പം കോഴിക്കോട്, കണ്ണൂർ, മലബാർ സൈഡുകളിലാണ്, ഈ മേഖലകളിൽ നിന്നാണ് കൂടുതലും ഈ ഫുട്ബോളിനുള്ള താല്പര്യം പെട്ടെന്ന് വർദ്ധിച്ചത്. അതിനുള്ള കാരണം ഇപ്പോൾ സന്ദീപം പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമുണ്ട്. അതിനൊപ്പം തന്നെയുള്ളൊരു വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വാധീനിച്ചത് കൂടുതലും ഈ വ്യക്തികൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നായാലും അവരുടെ രാഷ്ട്രീയമുണ്ട്. നമ്മൾ ഫിഡൽ കാസ്ട്രോനെ പോലുള്ളവരുണ്ട്, ചെഗുവരെ പോലെ അവിടുന്ന് ലാറ്റിൻ അമേരിക്കയിൽ പേര് കേട്ട അല്ലെങ്കിൽ അവിടെ വളരെ വിപ്ലവകരമായ രീതിയിൽ മുമ്പോട്ട് പോയ പലരും ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് പെട്ടെന്ന് മലയാളികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ
രാഷ്ട്രീയം മാത്രമല്ല ഇവിടെ പറയേണ്ടത്, വേറെ നമ്മൾ ഈ എഴുത്തും അതുപോലെ തന്നെ ബുക്കും സാഹിത്യങ്ങളും ഒരു വലിയ ഘടകമാണ്. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിരിക്കുന്ന ചിലപ്പോൾ ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ അവിടെ നിന്നുള്ള ബുക്കുകളും അവരുടെ എഴുത്തുകളും വരികയും, ഗബ്രിയൽ ഗാർസിയ മാർക്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പബ്ലോ നെരുദ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നൊരു പേര് പൗലോ കൊയ്ലോ ഉണ്ട്. അപ്പോൾ ഇവരുടെ ബുക്കുകളൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ബുക്കുകളാണ്, സാഹിത്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഈ രാഷ്ട്രീയത്തിനപ്പുറം പറയാൻ പറ്റുന്ന സാഹിത്യം. കാരണം വെച്ചാൽ മലയാളികൾ വളരെയധികം ഈ വായനയിൽ മലയാളികൾ ഒട്ടും പുറകിലല്ല. ഇപ്പോഴും അത് എല്ലാ കാലത്തും ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരോട് മലയാളികൾക്കുണ്ടായിട്ടുള്ളൊരു ഭയങ്കര ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അവരിലൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വർക്കുകളിലൊന്നാണ് ഹിഗിറ്റ് പറഞ്ഞ NS മാധവൻ്റെ. നമ്മൾ ഫുട്ബോളിൻ്റെ ഒരു സംസ്കാരം എഴുത്തിലേക്ക് വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അർജന്റീനയുടെ താരമായിരുന്നു മാറഡോണി. ഫിഡൽ കാസ്ട്രോ തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളടക്കം പല വാർത്തകളും ചിത്രങ്ങളും അന്നത്തെ കാലത്ത് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലും കേരളത്തിൽ വളരെ സ്വാധീനിക്കപ്പെട്ട ഘടകങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അർജന്റീനയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബ്രസീലിൻ്റെ കാര്യം പറയണം. ബ്രസീലിൻ്റെ ജീവിതശൈലിയായിട്ട് വളരെ സാമ്യമുണ്ട് കേരളത്തിലെ ജീവിതശൈലി. ഭക്ഷണത്തിലടക്കം ഒരു സാമ്യം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കയിലുണ്ടായ പല വിപ്ലവകരമായ ഒരു സാഹചര്യങ്ങളുണ്ട്, യുദ്ധ സമാനമായ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളും. അവർ പലരും അന്നത്തെ കാലത്തെ കോളനികളുടേതായ രീതിയിൽ ചുറ്റപ്പെട്ട ജീവിതശൈലിയൊക്കെ പുലർത്തിയ ആൾക്കാർ. ആ ഒരു ശൈലിയിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ജീവിതശൈലിയായിരുന്നു അത്. അപ്പോൾ അവിടുന്ന് ഈ ഒരു വലിയൊരു ഫുട്ബോൾ താരങ്ങൾ വളർന്നു വരുമ്പോൾ, സോവിയറ്റ് മറഡോണ വരുന്നു, അതുപോലെ പെലെ വരുന്നു, അങ്ങനെയൊരു വലിയ താരങ്ങൾ വളർന്നു വരുമ്പോൾ അവർ പെട്ടെന്ന് മലയാളികൾക്ക് ആകർഷിക്കപ്പെടുകയാണ്. ആ ഒരു പാരമ്പര്യം തുടർന്നത് ഇപ്പോൾ 2026 വന്ന് നിൽക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലൊരു സാഹചര്യമുണ്ട്. ഇപ്പം മറഡോണയിൽ നിന്ന് ആ ഒരു കളിയോടുള്ള താല്പര്യം മെസ്സിയിലൂടെ വളർന്ന് ഇപ്പോഴും മലയാളികൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ പെലെയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കളിയോടുള്ള ഫുട്ബോൾ ഭ്രാന്ത് ഇപ്പം അന്ന് തുടങ്ങി, ഇപ്പോൾ അത് നെയ്മറിലൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ അത് തലമുറകളായിട്ട് ഈ ഫുട്ബോളിനുള്ള ഭ്രാന്ത്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടുള്ള നമുക്ക് അതിയായ താല്പര്യം ഇവിടെ വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിനിപ്പോൾ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം ഒരു കാരണമാണ്, ഈ പുസ്തകങ്ങളും സാഹിത്യങ്ങളും ഒരു കാരണമാണ്, ജീവിതശൈലി ഒരു കാരണങ്ങളാണ്. നമ്മളും അവരും തമ്മിലുള്ള കണക്ട് ചെയ്യാൻ ഒത്തിരി ഘടകങ്ങളുണ്ട്. പക്ഷേ യൂറോപ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല ഘടകങ്ങളും അവിടെ ഇല്ല. അതുപോലെ തന്നെ സന്ദീപ് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഏകദേശം നമുക്ക് ഈ 20-ാം നൂറ്റാണ്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുട്ബോളിൻ്റെ ഒരു താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഫുട്ബോൾ ഇന്ത്യയിലും അതുപോലെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കൊൽക്കത്ത പോലുള്ള അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരുന്നു. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു മലബാറിൽ ശക്തമായിരുന്നെങ്കിലും കേരളത്തിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഫുട്ബോളിന്. പക്ഷേ അത് കൂടുതലും എത്തിപ്പെട്ടത് അല്ലെങ്കിൽ കൂടുതലും ആ ഫുട്ബോളിനോട് താല്പര്യം കാണിച്ചത് ഇപ്പം മലബാറിലെ ചില ജില്ലകളാണെന്നുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ് ഈ സാധാരണക്കാരിലേക്ക് നാഗരികതയുടെ ഒരു വരവ്. അതിൻ്റെ ഒരു ഒരു ഉദ്ഘാടനം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സാധാരണക്കാരുടെ ഫുട്ബോൾ കളി. സാധാരണക്കാരെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷേഴ്സിന് അലക്ക് തൊഴിൽ ചെയ്തു കൊടുത്തിരുന്ന ആളുകളാണ് തുടക്കത്തിൽ ഇതിലേക്കൊക്കെ വന്നതെന്നാണ് ഇത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷേഴ്സിന് അലക്ക് തൊഴിൽ ചെയ്ത് കൊടുത്തിരുന്ന ആളുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അന്ന് അലക്ക് തൊഴിൽ ചെയ്തിരുന്നത് മണ്ണാന്മാർ, അതുപോലെ കുറെ കൂടി എലീറ്റ്സിന് വേണ്ടിയിട്ട് സവർണരായ ആളുകൾക്ക് വേണ്ടിയിട്ട് അലക്ക് തൊഴിൽ ചെയ്തിരുന്നത് അമ്പലവാസികളും അതുപോലെ വെളുത്തെടുത്ത നായർ പോലുള്ള സമുദായങ്ങളാണ്. അങ്ങനെയുള്ള സമുദായങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇതിലേക്കും വന്നിട്ടുണ്ടാവുക, ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ തൊഴിലുകൾ ചെയ്യാൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ തീയർ, ഈഴവരുടെ തീയർ എന്നാണ് മലബാർ ഭാഗത്ത് വിളിക്കുന്നത്, തീയർ, മാപ്പിളമാർ, ഇവരൊക്കെയാണ് ഇതിനകത്തേക്ക് കാര്യമായിട്ട് തുടക്കത്തിൽ വരുന്നത്. അപ്പോൾ ഈ വളരെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ പശ്ചാത്തലത്തിലുള്ളവർ വിവിധ സാമുദായിക തലങ്ങളിലെ ഏറ്റവും താഴ്ന്ന ആളുകൾ. ഇപ്പോൾ ബ്രാഹ്മണരുടെ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങളായിട്ടുള്ള വെളുത്തെടുത്ത നായന്മാർ, താഴ്ന്ന വിഭാഗങ്ങളിൽ നോക്കുമ്പോൾ മണ്ണാന്മാർ, ഈ തരത്തിൽ എല്ലാ വിഭാഗങ്ങളിലും താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള ആളുകൾ, അതിൽ തന്നെ ഉയർന്ന ജാതിയിലെ താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള ആളുകൾ, ഇവരൊക്കെ സ്വാഭാവികമായിട്ട് ഒന്നിക്കുന്ന ഒരു വേദിയായിട്ട് ഇത് മാറുന്നു
ഫുട്ബോൾ മാറുന്നുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകൾ അതിനകത്ത് ജാതി ഇല്ലാതാവുന്നു. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെളുത്തെടുത്ത് നായരും മണ്ണാനും അതുപോലെ അമ്പലവാസികളുടെ താഴ്ന്ന വിഭാഗങ്ങളിലും ഈ അലക്ക് തൊഴിൽ പോലുള്ള അല്ലെങ്കിൽ പ്രസവരക്ഷ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഒക്കെ ഒരേ വേദിയിലേക്ക് വരുന്ന ബ്രിട്ടീഷേഴ്സിന് ഈ സംഗതി ഇല്ലല്ലോ, അവർക്ക് കാസ്റ്റ് ഇല്ലല്ലോ. അവർ ഇവരെ മുഴുവനായിട്ട് കൂളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വിഭാഗങ്ങളെ നാഗരികതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വേദിയായിട്ട് ഫുട്ബോൾ മാറുന്നുണ്ട്. അത് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മളീ പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെ എണ്ണേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാറ്റം സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ഇത് കാരണമാവുന്നുണ്ട്. അന്ന് ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ കളിച്ചിരുന്ന ആളുകളുടെ പേരുകൾ അവർ ധോബി ബോളേഴ്സ്, അതുപോലെ എന്താ പറയുക നേറ്റീവ് ബോയ്സ് എന്നൊക്കെയാണ് അവരുടെ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ അന്നത്തെ ക്ലബ്ബ് രേഖകളെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറേ ഹിസ്റ്റോറിയൻസൊക്കെ കുറേ അധികം പേരുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, ധാരാളം പേരുകൾ. അതിൽ ആളുകൾ മനസ്സിലാക്കുന്നത് ആ കാലത്ത് നല്ല കളിക്കാരായിരുന്ന പല ആളുകളും മണ്ണാന്മാരും അങ്ങനെയുള്ള ജാതി വിഭാഗങ്ങളിൽ പെട്ടിരുന്ന ആളുകളും ആയിരുന്നു എന്നത് പിന്നീട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഫുട്ബോൾ എന്നുള്ള കൾച്ചർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് നമ്മുടെ നാട്ടിലെ വർഗപരമായിട്ട് താഴ്ന്നു നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു കളിയുടെ സംസ്കാരം കൂടി അവർ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. അതിനൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു ഘടകമാണെന്ന് തോന്നുന്നു. 1973 തോന്നുന്നു കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്നുണ്ട്. അത് കൊച്ചി വെച്ചാണ് മറ്റാണ്ട് മത്സരം നടക്കുന്നത്. അന്ന് VP സത്യൻ, IM വിജയൻ ഉൾപ്പെടെയുള്ളവർ അന്ന് ടീമിലുണ്ടായിരുന്ന സമയത്താണ് കപ്പ് നേടുന്നത്. അതിനുശേഷം കേരളത്തിൽ ഒരു ഫുട്ബോളിനുള്ള ഒരു ഭ്രാന്ത് വളരെയധികം വർദ്ധിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സമീപകാലത്ത് എന്ന് പറയാൻ പറ്റില്ല, അതിനുശേഷം മലബാറിൽ കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ഈ ജില്ലകളിലടക്കം സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു വളർച്ച ഭീകരമായ രീതിയിലുണ്ടായിട്ടുണ്ട്. ആ സെവൻസ് ഫുട്ബോളിൻ്റെ തന്നെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയാൻ പറ്റില്ല. സെവൻസിനെ ഇപ്പോൾ ഫിഫ പോലുള്ള ഒരു അവരൊന്നും അംഗീകരിക്കുന്നില്ല. കുറച്ച് വളരെ 7 പേര് മാത്രമായിട്ടുള്ള ഒരു ഗെയിമാണ്. പക്ഷെ അതിന് വളരെയധികം ആരാധകർ കേരളത്തിന് പുറത്തുമുണ്ട്. ഒരു വളരെ സ്പീഡായിട്ടുള്ള നല്ല മികച്ച രീതിയിലുള്ള ഒരു ഗെയിമാണ്. അതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു വേദിയും കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയൊരു സ്പേസിൽ നമുക്കത് മനോഹരമായിട്ട് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ മലബാർ മേഖലകളിലടക്കം അത് വളരെ മികച്ച രീതിയിൽ അത് നടത്തുന്നുമുണ്ട്, അതവർ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ സെവൻസ് കളിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് പോലും താരങ്ങളെ നമ്മൾ കേരളത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്, ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരുന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നടക്കം താരങ്ങൾ വരുന്നുണ്ട് ഈ സെവൻസിലോട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഫുട്ബോളിൻ്റെ വളർച്ച കേരളത്തിൻ്റെ ഒരു ബ്രിട്ടീഷുകാർ ഉള്ള ഘട്ടത്തും തൊട്ട് അവർ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴും ആ ഫുട്ബോൾ ഇവിടെ ശക്തമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സെവൻസ് ആയിക്കോട്ടെ, സെവൻസ് ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളുടേതടക്കം ഫുട്ബോളിന് നമ്മൾ വളരെയധികം നിരീക്ഷിക്കുന്നുണ്ട്. ഈ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, ഇപ്പോൾ മറ്റേ ക്ലബ്ബ് ഫുട്ബോളിൽ അടക്കം നമ്മൾ വളരെ ശക്തമായിട്ട് ആ ഫുട്ബോളിനെല്ലാം ഒരു ആവേശത്തോടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ലോകകപ്പ് വരുമ്പോൾ മലയാളികൾക്ക് ഫുട്ബോളിനുള്ള ഒരു ആവേശം കൂടുന്നു. കുറച്ച് അർജൻറ്റീന ഫാൻസ് വരുന്നു, പോർച്ചുഗൽ ഫാൻസ് വരുന്നു, അതുപോലെ തന്നെ ബ്രസീൽ ഫാൻസ് വരുന്നു, അങ്ങനെ ഫാൻസുകൾ വരുന്നു. പക്ഷെ നമ്മളിവിടെ കണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഫുട്ബോളിന് വളരെ അധികം സ്വാധീനമുള്ള ഒരു മണ്ണ് തന്നെയാണ്. അതിന് ഒരു ക്രിക്കറ്റിനേക്കാളും അല്ലെങ്കിൽ ക്രിക്കറ്റിനൊപ്പം തന്നെ വളർക്കുള്ള ഒരു മണ്ണ് തന്നെ കേരളം. അത് അവർ പണ്ട് മുതൽ തന്നെ കേരളം അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്, കണ്ടെത്തിയിട്ടുമുണ്ട്, തെളിയിച്ചിട്ടുമുണ്ട്. നമ്മൾ ഫുട്ബോളിൻ്റെ വളർച്ച നമുക്കറിയാം, ഇന്ത്യയിൽ ദേശീയ തലത്തിൽ പോലും നമുക്ക് വളരെ വീക്കാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തെ എല്ലാ കാലത്തും ആ ഒരു ഇത് കൂടെ താളം കണ്ടെത്താനും നിലനിർത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കേരളം എന്നുള്ള പേര് പലയിടത്തും മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മെസ്സിയുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മലയാളി ചെയ്ത ഒരു ബർത്ത്ഡേക്ക് ഒരു വിഷ് ചെയ്തുള്ളതിന് അത് മെസ്സി വന്നതിന് ലൈക്ക് അടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഒരു കമൻറ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും നമ്മുടെ ഫുട്ബോളിനുള്ള ആരാധന എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കയ്യടി നേടിയിട്ടുള്ള ഒരു ശ്രദ്ധിക്കപ്പെട്ട ഘടകം തന്നെയാണ്. ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ
ഈ ഒരു വളർച്ച കേരളത്തിലെ ഫുട്ബോളിൻ്റെ ഈ പെട്ടെന്നുള്ള വളർച്ചയെല്ലാം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ട് തന്നെ അത് പല രീതിയിൽ വളർന്നിട്ട് കൊണ്ടുണ്ട്. അന്ന് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ബ്രിട്ടീഷുകാർ കളിക്കുമ്പോൾ ഈ ലൈനപ്പുറം പോകുന്ന പന്ത് എടുത്തു കൊടുക്കാനും അല്ലെങ്കിൽ തട്ടിക്കൊടുക്കാനും നിന്നവർ അതിനുശേഷം കളിയിലേക്ക് വരികയും അവർ അവരുടെ ഭാഗമാവുകയും അതിനുശേഷം ബ്രിട്ടീഷുകാരുമായിട്ടടക്കം അവർ കളിക്കാൻ തുടങ്ങുകയും അതിനുശേഷം അവർ സജീവമാവുകയും ചെയ്യുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ പോയതിനു ശേഷവും നമ്മൾ ഓരോ ടീമുകളായിട്ട് രൂപീകരിക്കുകയും അതിനുശേഷം കളിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഇപ്പോൾ കേരളത്തിൽ അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ കൊൽക്കത്തയിൽ വളരെ ചുരുക്കം രാജ്യത്തെ മൊത്തം എടുക്കുമ്പോൾ അതിൻ്റെ വ്യാപനം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് കാണും. കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ ദേശീയ ആഘോഷം തന്നെയാണ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടി അതിനകത്ത് കിടക്കുന്നത് ഇതൊരു കാലത്തും ദേശീയ തലത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴും വരുന്ന ഉത്തരേന്ത്യൻ കേന്ദ്രീകൃതമായിട്ടുള്ള സർക്കാരുകൾ ഒരിക്കലും കേന്ദ്ര സർക്കാരുകൾ ഒരിക്കലും ഈ ഫുട്ബോളിലേക്ക് അത്ര കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറങ്ങിയിട്ടുള്ളത് ക്രിക്കറ്റിലേക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സർക്കാർ എവിടെയാണോ കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് ആ ഭാഗങ്ങൾ വളരും. അതൊരു സ്വാഭാവിക സംഗതിയാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ആ തരത്തിലും കൂടി വളരേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദേശീയ കളി മാത്രമായിട്ട് ഫുട്ബോൾ നിലനിൽക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു രാഷ്ട്രീയം ആ തരത്തിൽ കൂടി വളരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.